ഇന്നത്തെ വീഡിയോ ഹെൽത്തിയും അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഡിഷാണ്. ഒരു മില്ലറ്റ് ദോശയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഞാൻ ഇതിനെടുത്തിട്ടുള്ള മില്ലറ്റ് പ്രോസോ മില്ലറ്റാണ്. മില്ലറ്റ് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഏത് മില്ലറ്റ് വെച്ചിട്ടും ഇതുപോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ മില്ലറ്റ് നന്നായി വാഷ് ചെയ്തിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. അതിനുശേഷം ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. ഒരു 3 മണിക്കൂറായിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവാള, അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റും എടുത്തിട്ടുണ്ട്, അതും ചെറുതായി അരിയണം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മില്ലറ്റിന് ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇത് ചുട്ടെടുക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചട്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിലേക്ക് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നന്നായി ചൂടായി വരുമ്പോൾ ഒരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ലൂസ് കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതുപോലെ ഹോൾസൊക്കെ നമുക്ക് കിട്ടും. മാവ് ടൈറ്റ് ആണെങ്കിൽ കുറച്ച് ലൂസാക്കി എടുക്കുക, എന്നാലേ ഇതുപോലെ പെർഫെക്റ്റായി കിട്ടുള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ഇത്. ഒരു ഓംലെറ്റിൻ്റെ കളറൊക്കെ ആയിട്ട് വരും. അപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു ഡിഷാണ് ഇത്. നമുക്ക് ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.